ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധം. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ചർച്ച പരാജയം. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. നാളെ ദുഃഖവെള്ളി. സംസ്ഥാനത്ത് ആധാരങ്ങളുടെ അണ്ടർ വാല്യുവേഷൻ കേസുകളുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഡിസംബർ 31 വരെ നീട്ടി. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി ഇന്ന് പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചാണ് ഹർജികൾ ഉച്ചയ്ക്കു ശേഷം പരിഗണിക്കുന്നത്. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ലെന്ന് ഇന്നലെ ഹർജികൾ പരിഗണിക്കവെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. പൊഴിമുഖത്തെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാനായില്ല. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പൊഴിമുറിക്കാനെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. മണൽ പൂർണ്ണമായും നീക്കിയ ശേഷം മാത്രം പൊഴി മുറിച്ചാൽ മതിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. ഈ വിഷയത്തെ വളരെ ഗൌരവത്തോടെയാണ് എക്സൈസ് വകുപ്പ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വെളിപ്പെടുത്തലും നിസ്സാരമായിട്ട് കാണുകയില്ല. പോലീസിന്റെയും എക്സൈസിന്റെയും രണ്ട് ഭാഗത്തു നിന്നുമുള്ള പരിശോധന ശക്തമായി നടത്തിയതോടുകൂടി വലിയ തോതിൽ മയക്കുമരുന്നിന്റെ സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസത്തിൽ മാത്രം 14,000-ഓളം റെയ്ഡാണ് എക്സൈസ് നടത്തിയത്. 1,17,000 വാഹന പരിശോധന എക്സൈസ് നടത്തുകയുണ്ടായി. 10,000-ഓളം കേസെടുത്തു. 3,000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഏത് രംഗത്തു നിന്നുണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലിനെയും സർക്കാരോ എക്സൈസോ ഒന്നും നിസ്സാരമായിട്ടല്ല കാണുന്നത്. നടി ബിൻസി അലോഷ്യസ് നൽകിയ പരാതി ചർച്ച ചെയ്യാൻ മോണിറ്ററിംഗ് സമിതി ചേരുമെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. പരാതി ഇന്ന് രാവിലെ ലഭിച്ചതായി AMMA നിർവാഹക സമിതി അംഗം വിനു മോഹൻ അറിയിച്ചു. 3-അംഗ സമിതി രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി മന്ത്രി VN വാസവൻ ഇന്ന് പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. എല്ലാ വാർഡുകളിലും വായനശാലകളുള്ള രാജ്യത്തെ ആദ്യ ജില്ലയായി കണ്ണൂരിനെ മാറ്റാൻ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. കണ്ണൂർ മണ്ഡലത്തിലെ 60 തദ്ദേശ വാർഡുകളിലായി 65 വായനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലെ 81 തദ്ദേശ സ്ഥാപനങ്ങളിൽ 42 തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച കാസർഗോഡ് നിർവഹിക്കും. രാവിലെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആധാരങ്ങളിൽ വില കുറച്ച് രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട് ചെയ്ത അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ച് ഉത്തരവായി. 1986 മുതൽ 2017 മാർച്ച് വരെയും 2017 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുമുള്ള ആധാരങ്ങളാണ് പരിഗണിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്ത് ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകി. ഭരണഘടനയിലെ 5-6 ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായി പട്ടികവർഗമായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ വഖഫ് ചെയ്യാനുള്ള അവകാശം പുതിയ ഭേദഗതിയിലൂടെ നിഷേധിക്കുകയാണെന്ന് ഹർജിയിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. അന്ത്യത്താഴവേളയിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പെസഹ.
ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടക്കും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഇതിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിക്കും. 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്നും നാളെയുമായി നടക്കും. 8 ദിവസമായി ആദ്യഘട്ട തീർത്ഥാടനം ഈ മാസം 6-ന് സമാപിച്ചിരുന്നു. സംഗമവേദിയിൽ നടന്ന ദിവ്യബലിക്കു ശേഷം രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമായി. സസ്യജാലങ്ങളുടെ കലവറയൊരുക്കി 17ാമത് തേക്കടി പുഷ്പമേള. വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പുഷ്പമേള കാണാൻ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിൽ സജ്ജീകരിച്ചിരിക്കുന്ന 200-ൽ പരം ഇനങ്ങളിലുള്ള 1,00,000-ഓളം പൂച്ചെടികളാണ് പുഷ്പമേളയുടെ മുഖ്യ ആകർഷണം. ഇതോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാറത്തറയിൽ ഗാർഡൻസും ചേർന്നാണ് 17ാമത് തേക്കടി പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലെ മേളനഗരിയിലേക്ക് മുതിർന്നവർക്ക് 70 രൂപ നൽകിയും 7 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമായും പ്രവേശിക്കാം. 24 ദിവസങ്ങളിലായി നടത്തുന്ന പുഷ്പമേള ഏപ്രിൽ 20-ന് സമാപിക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച 3 ദിവസത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് ഇന്ന് സമാപനമാകും. കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീതോത്സവത്തിൽ ഇന്ന് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ, ആവണീശ്വരം SR വിനു, ഉടുപ്പി S ശ്രീധർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭയുടെ സഹകരണത്തോടെയാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദേശതാൽപര്യം പരമപ്രധാനമായി കാത്തുസൂക്ഷിച്ച അദ്ദേഹം സാമൂഹിക സൌഹാർദ്ദത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 860 പോയിന്റ് ഉയർന്ന് 77,932-ലും ദേശീയ സൂചിക നിഫ്റ്റി 237 പോയിന്റ് ഉയർന്ന് 23,679-ലും വ്യാപാരം തുടരുന്നു. സ്വർണം ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 8,920-ഉം പവന് 71,360 രൂപയുമാണ് ഇന്നത്തെ വില. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്യുന്നു. വാദ്രയുടെ കമ്പനി ഗുരുഗ്രാമിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. കഴിഞ്ഞ 2 ദിവസമായി വാദ്രയെ ചോദ്യം ചെയ്യുകയാണ്. ഈ വർഷം ജൂണിൽ നടക്കുന്ന UGC നെറ്റ് പരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അപേക്ഷ ക്ഷണിച്ചു. ugcnet.nta.ac.in എന്ന വെബ്സൈറ്റിൽ അടുത്ത മാസം 7 വരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ. ഇന്ന് ലോക ഹീമോഫീലിയ ദിനം. ഹീമോഫീലിയയ്ക്കും മറ്റ് രക്തസംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെയുള്ള അവബോധത്തിനാണ് ദിനാചരണം. 1989 മുതൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies/ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 30 വിശദ വിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 0471-230-4983 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ airnewstvpm@gmail.com. പെറുവിലെ ലിമയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഇന്ത്യൻ ജോഡിയായ ഇന്ദർ സിംഗ് സുരുചിയും സൌരഭ് ചൌധരിയുമാണ് ചൈനീസ് ടീമിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന സ്കീറ്റ് വനിതാ ഫൈനലിൽ ഇന്ത്യയുടെ റൈസ ധില്ലൻ മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധം. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ചർച്ച പരാജയം. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. നാളെ ദുഃഖവെള്ളി. സംസ്ഥാനത്ത് ആധാരങ്ങളുടെ അണ്ടർ വാല്യുവേഷൻ കേസുകളുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഡിസംബർ 31 വരെ നീട്ടി. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി ഇന്ന് പ്രഖ്യാപിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.